ഇന്നൊരു സിനിമയുടെ വിജയത്തിന്റെ അളവുകോലായി പരിഗണിക്കപ്പെടുന്നത് ബോക്സ് ഓഫീസിന്റെ കണക്കുകളുടെ റിപ്പോർട്ട് അനുസരിച്ചാണ്. പുതിയ റിപ്പോർട്ട് പ്രകാരം കളക്ഷൻ പരിശോധിക്കുമ്പോൾ രസകരമായ നിരവധി വസ്തുതകളാണ് വ്യക്തമാവുന്നത്. ഒന്നാമതെന്ന് പറയുന്ന നടന്മാർ പോലും പിന്നിലേക്ക് പോവുകയും പുതിയതായി വരുന്ന സിനിമകൾ മുന്നിലേക്ക് കയറുകയും ചെയ്തിട്ടുള്ള ഈ റിപ്പോർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ബോക്സ് ഓഫീസിന്റെ കണക്ക് പ്രകാരം ആദ്യത്തെ 10 മികച്ച മലയാള സിനിമ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മമ്മൂട്ടി നായകനായി അമൽ നീരദ് സംവിധാനം ചെയ്ത ഭീഷ്മപർവം 10ാം സ്ഥാനത്താണ്. 47.75 കോടി രൂപയാണ് ഭീഷ്മപർവം നേടിയത്. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് പുതിയതായി ഇറങ്ങിയ നേര് എന്ന സിനിമയാണ് 9ാം സ്ഥാനത്തുള്ളത്. 47.75 കോടി രൂപയാണ് നേരും നേടിയിട്ടുള്ളത്. 52.50 കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി യുവ സിനിമ നേടി RDX 8ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. രജനീകാന്ത് പടം ജയിലർ 57.70 കോടി രൂപ നേടി 7ാം സ്ഥാനത്തെത്തി. മറ്റൊരു അന്യഭാഷ പടം നേടിയത് 60.05 കോടി രൂപയാണ്. വിജയ് നായകനായി എത്തിയ ലിയോയാണത്. ലിയോ ബോക്സ് ഓഫീസ് കളക്ഷനിൽ 6ാം സ്ഥാനവും നേടി. തൊട്ടുമുന്നിലുള്ളത് ലൂസിഫർ ആണ്. ആകെ 66.10 കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയത്. 68.50 കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയ യാഷിന്റെ KGF 2. 4ാം സ്ഥാനത്താണ് KGF 2. കേരള ബോക്സ് ഓഫീസിൽ 74.50 കോടി രൂപ നേടാനാണ് പ്രഭാസ് നായകനായി എത്തിയ ബാഹുബലി 2 കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനിലെ തന്നെ വിസ്മയമായി മാറിയ പ്രഭാസ് നായകനായ ബാഹുബലി 2 2 മൂന്നാമതെത്തിയത്. ആദ്യമായി മലയാളത്തിൽ നിന്നും 100 കോടി നേടിയെന്ന റെക്കോർഡുള്ള പുലിമുരുകന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായി നേടാനായത് 85.15 കോടി രൂപയാണ്. അതെ, പുലിമുരുകൻ 2ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും മാത്രമായി നേടിയ കളക്ഷനിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള 2018 എന്ന സിനിമയാണ്. ചിത്രത്തിൽ ടോവിനോയടക്കം പ്രധാന വേഷങ്ങളിലെത്തിയപ്പോൾ 2018 കേരള ബോക്സ് ഓഫീസിൽ നിന്നും 89.40 കോടി രൂപയും ആഗോളതലത്തിൽ 200 കോടി രൂപയിലധികം ബിസിനസ്സും നേടി ചരിത്രമായിരിക്കുകയാണ്. ക്രൗഡ് പുള്ളറിൽ കേരളത്തിൽ ഒന്നാമനെന്ന് പറയുന്ന മോഹൻലാൽ ബോക്സ് ഓഫീസിൽ ഇപ്പോൾ മലയാളത്തിൽ നിന്നുള്ള 2ാമനാണ്. മലയാളത്തിൽ നിന്നുള്ള മറ്റൊരു വമ്പൻ താരമായ മമ്മൂട്ടിയാകട്ടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിൽ 10ാമതുമാണ്. ദുൽഖറിനാകട്ടെ പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞതുമില്ല.